അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായ കീർ സ്റ്റാർമർ UK പ്രധാനമന്ത്രിയും രാജിവെക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്താണ് UK സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് UK സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ 6ഓളം പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു. കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ഈ സ്റ്റാർമറിൻ്റെ പ്രശ്നം പറയുന്നത് അവിടെ ഒരു തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുറമേ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് റൂട്ട് കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപമാണ്. ശാപം കട്ട മുതൽ നിലനിൽക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനായിട്ട് പണ്ട് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 947 എല്ലാം കഴിഞ്ഞ് യോന്മാർ ഇവിടുന്ന് കെട്ടും കിടക്കുകയും പായും എടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കട്ട് മുടിച്ച് എന്തൊക്കെ കയ്യിൽ കിട്ടുന്ന സ്വർണവും കിണ്ടിയും എല്ലാം കട്ട് മുടിച്ച് സർവത്ര മുടിപ്പിച്ചിട്ടാണ് അവന്മാരിടുന്ന് പോയത്. എന്തിനു പറയുന്നു? നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കോഹിന്നൂർ രത്നം വരെ കട്ട് കൊണ്ടുപോയിട്ടാണ് ഇവന്മാർ പോയിട്ടുള്ളത്. അപ്പോൾ UK ഇന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ ആൾക്കാർ UK പായാൻ നിൽക്കുന്നുണ്ട്. ഓൾറെഡി കുറേ ആൾക്കാർ പാഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം യഥാർത്ഥമായ അവസ്ഥ ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ പട്ടിണിയാണ്, പട്ടിണിയാണല്ലോ എല്ലാം. UK പുറമേ കാണുന്ന ഈ പൊലിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പോകാൻ ശ്രമിക്കുന്നവർ ശരിക്കും പടുവിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരു കാര്യമില്ല. ക്ലൈമറ്റ് വൈസ് കുറച്ച് തണുപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലും സർവത്ര പരാജയമായിട്ടുള്ള രാജ്യമായി കൊണ്ടിരിക്കുകയാണ് UK. എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പല ആളും തലകുത്തി മറിഞ്ഞിട്ടും തലകുത്തി മറിയാണ്ടൊക്കെ നോക്കി 2010 ഡേവിഡ് കാമറോൺ വന്നിട്ട് നോക്കി, പല കളികളും കളിച്ചു നോക്കി, നടന്നിട്ടില്ല. തെരേസ മെയ് വന്നു 2016, നടന്നോ? നത്തിങ് ഡൂയിങ്. പിന്നെ ബോറിസ് ജോൺസൺ വന്നു 2019 മുതൽ 3 വർഷം ബോറിസ് ജോൺസൺ നോക്കി. പിന്നെ ലിസ് ട്രസ് വന്നു 2022, വന്ന പോലെ തന്നെ പോകുന്നു, വരുന്നേയും കണ്ടിന് പോകുന്നേയും കണ്ടിന്. പിന്നെ ഋഷി സുനക്ക് വന്നപ്പോൾ പറഞ്ഞു അതാ ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട്, UK മൊത്തം തലവിയായി മറിച്ചിടാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഓടി, കണ്ടം വഴി ഓടി, 2 കൊല്ലം പുള്ളി നിന്നത് 2022 മുതൽ 2024 വരെ. ഇപ്പം വന്ന നമ്മളെ കീർ സ്റ്റാർമർ, ആ കണ്ണടെല്ലാം വെച്ച് ചുള്ളനായിട്ടിലേക്ക് അപ്പോൾ അയാളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അയാൾ ഇപ്പം ഉള്ളിൽ തന്നെ, അയാളെ ലേബർ പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വൻ വിഷയങ്ങളായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഇവിടുന്ന് കുറേ കള്ളന്മാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ. നമ്മുടെ വിജയ് മല്യ, പിന്നെ IPL മറ്റേ കള്ളൻ്റെ വരുന്ന IPL പിന്നെ ലളിത് മോഡി, പിന്നെ ഒരു വജ്രമെല്ലാം കടത്തിയിട്ട് SBI ലോണിലെടുത്തിട്ട് വേറൊരു മോഡിയില്ലേ, നീരവ് മോഡി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കള്ളന്മാർക്കുള്ളൊരു സങ്കേതമായിട്ട് മാറിയിരിക്കുകയായിരുന്നു UK. ഇപ്പം നോക്കുമ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടാന്ന് ഒരു ശരാശരി UK ശരാശരി UK ഒരു പൗരൻ്റെ സമ്പത്തിൽ നിന്ന് 8 മുതൽ 10% വരെയാണ് ചോർന്നു പോയിട്ടുള്ളത്, അതിൻ്റെ വാല്യൂ ആയിട്ട് പോയിട്ടുള്ളത്. ഏത് തരത്തിൽ ഡിഫ്ലേഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ UK പലതരത്തിലുള്ള പ്രോബ്ലങ്ങളുണ്ട്. ബേസിക് പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. ഏത് കട്ട മുതൽ നിലനിൽക്കില്ല. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അത് നിങ്ങൾ അതിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പല പരിപാടികളും നോക്കി അവർ ബ്രെക്സിറ്റിൽ നിന്ന് മാറി നോക്കി. ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിലൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു സാമ്പത്തിക നയവും സാമ്പത്തിക ഒത്തൊരുമയും വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ UK പറഞ്ഞ് നമ്മളില്ല, നിങ്ങൾ ഈ പരിപാടിക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു ഡോളർ പൗണ്ട് ഒറ്റൊരു സംഭവമാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ UK പറഞ്ഞു ഞങ്ങളില്ല, നിങ്ങൾ ഈ പരിപാടിക്കൊന്നും നമ്മളില്ല, കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകും. പണ്ടേ അങ്ങനെയാണ്. അവർ ഭയങ്കരമായിട്ടുള്ള രാജകീയമായിട്ടുള്ള പരിപാടികളാണ്. സാധാരണഗതിയായിട്ടുള്ള ഫ്രാൻസിനോടും ജർമ്മനിയോടും ഇറ്റലിനോടൊക്കെ പറഞ്ഞ് നമ്മളില്ല നിങ്ങളെ പരിപാടിക്ക്, നമ്മൾ ബ്രെക്സിറ്റ് നിന്ന് എക്സിറ്റ് അടിച്ചു പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കി. എന്താ ഇവരുടെ സംഭവം? ഇവരെ ധാരണ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് താഴെയുള്ള രാജ്യങ്ങൾ, എക്സാമ്പിൾ ഒരു രാജ്യം എടുത്തോ, ഒരു രാജ്യം സ്പെയിനോ ഇറ്റലിയോ, അപ്പോൾ അവർക്ക് ഈ ബ്രെക്സിറ്റ് കൊണ്ട് അവരതിൽ നിന്ന് ലാഭം ഉൾക്കൊള്ളുമെന്നും, അപ്പോൾ നമ്മുടെ സാമ്പത്തിക നയം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ലെവലിൽ നിന്ന് പണത്തിൻ്റെ ഒരു ഭാഗം അവർ കൊണ്ടുപോകുന്നൊക്കെ, അങ്ങനെ പല വാദങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ബ്രെക്സിറ്റിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വളരെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാനാണ് UK നോക്കിയത്. ഈ മാറി വരുന്ന പ്രധാനമന്ത്രിമാർ ശ്രമിച്ചത് വളരെ അച്ചടക്കമൊക്കെ ഉണ്ടാക്കി സാമ്പത്തിക മേഖലയിൽ കുതിച്ചു വരാനൊക്കെ ശ്രമിച്ചു നോക്കി. ഒന്നും നടക്കുന്നില്ല. സംഭവം തുറന്നു പറയാൻ വെച്ചാൽ ഒന്നും നടപടിയാകുന്നില്ല. എന്ത് ചെയ്തിട്ടും അങ്ങ് മെനയാകുന്നില്ല. സജിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ മൂലധനം
ഈ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രക്തമാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ ഇവർ കോളനിയായി വെച്ചിരുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ, പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരുപാട് പാവങ്ങളുടെ രക്തവും മാംസവും ആ രാജ്യങ്ങളിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന സ്വർണവും രത്നവും ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ മൂലധനം. പിന്നെ എങ്ങനെയാണ് ഗതി പിടിക്കാൻ? അതാണ് സംഭവം. അതാണ്. ഇനി ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. സംഭവം നമ്മളിതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിടത്തേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത് സംഭവം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് വാട്ട് ആർ ദ റീസൺസ് ഫോർ UK സോഷ്യോ എക്കണോമിക് ക്രൈസിസ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു റിസർച്ച് നോക്കുകയാണെങ്കിൽ ഇത് എല്ലാത്തിലും കോമൺ ആയിട്ട് പറയുന്നത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത് UK സോഷ്യോ എക്കണോമിക് crisis is driven by prolonged economic stagnation, a shrinking workforce due to long-term sickness and a housing shortage of inflated living costs. ഇവർ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും അതുപോലെ തന്നെ ലോങ് ടേം ബേസിസിൽ വർക്ക് ഫോഴ്സിലുള്ള ആളെ കിട്ടാത്തതും അതുപോലെ തന്നെ ലിവിങ് കോസ്റ്റസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ലിവിങ് കോസ്റ്റസ് കൂടാന്ന് പറഞ്ഞാൽ എന്താണ്? ആ രാജ്യത്തിലെ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ടല്ലേ ലിവിങ് കോസ്റ്റ് കൂടുന്നത്. സാധനങ്ങൾക്ക് വില കൂടുന്നത് എന്തുകൊണ്ടാണ്? നോർമലായിട്ടുള്ള എക്കണോമിക്സ് തന്നെയാണ്. സപ്ലൈ ചെയിൻ വീക്കാകുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് കൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ എന്താണ് മിസ്റ്റേക്ക്? നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ഇങ്ങനെ ഒരു ലൂപ്പാണത്. ആ ലൂപ്പ് കറങ്ങി എത്തുന്നത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ കട്ടെടുത്ത് കൊണ്ടുവന്ന മുതലിൽ നിന്നുള്ള ഉൽപ്പാദനം ഏടം വരെ പോകുന്നുള്ളതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സംഭവമാണത്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും നമ്മൾ ഏകീരി പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റെഗ്നൻറ്റ് പ്രൊഡക്ടിവിറ്റി, ദ UK ഹാസ് സഫേർഡ് ഫ്രം ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് വീക്ക് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോ ഔട്ട്പുട്ട് പെർ വർക്കർ. അതായത് വീക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ലോ ഔട്ട്പുട്ട് പെർ വർക്കർ. ശരിക്കും അവർ പറയുന്നത് പ്രൊഡക്ടിവിറ്റി, ഒരുത്തനും പണിയെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ നാട്ടിലുള്ള ഒരുത്തനും മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല, എല്ലാം കിടന്നുറങ്ങുകയാണ്. 10 ആളെ പണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ആളിൽ 9 ആളെയും പ്രൊഡക്ടിവിറ്റി 10ൽ 5 5 ഔട്ട് ഓഫ് 10 ആണ്. അതുകൊണ്ടാണ് ഒരുപാട് ഇന്ത്യക്കാരൊക്കെ അവിടെ പോയിട്ട് മലമറിക്കുന്ന പറഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാനും വർക്ക് ഫോഴ്സ്, അതായത് ലോ ലെവൽ വർക്കിലുള്ള എല്ലാ വർക്കിനും പേയ്മെൻറ്റ് ഹൈ ആയിട്ട് കൂടി ആളെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ ബാഡാണ്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വെരി ലോ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ലേബർ ആൻഡ് സ്കിൽസ് ഷോർട്ടേജ്, shrinking working age population by hundreds of thousands of people leaving a workforce due to long-term health issues along with restricted posters, Brexit immigration. ഇവർ ബ്രെക്സിറ്റ് നിന്ന് പുറത്തു പോയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ UK പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ പഠിക്കാനൊക്കെ പോയിട്ട് അവർ UK സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അവരവിടെ രക്ഷപ്പെടുന്നുണ്ട്. അതാണ് ഒരു സത്യം. യൂറോപ്യൻ യൂണിയൻ്റെ പൊതുവിലെ നിയമം അനുസരിച്ച് അവരവിടെ നിന്ന് കുറച്ച് കാലം നിന്ന് പഠിക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവർ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ മറ്റു രാജ്യങ്ങളൊക്കെ പോയിട്ട് രക്ഷപ്പെടുകയാണ് പതിവ്. UK ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് കുറേ മുതലും കുറേ SBIൻ്റെ ഒക്കെ ലോണൊക്കെ എടുത്തിട്ട് മുങ്ങിയിട്ടുള്ള കുറേ കാട്ടുകള്ളന്മാരാണ് അവിടെ സുഖസുന്ദരമായി ജീവിക്കുന്നത്. The aftermath of Brexit, exiting the European Union single market introduced non-tariff barriers, increased cost of business. ബേസിക്കലി ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നാട്ടിൻ്റെയും കോസ്റ്റ് ഓഫ് ലിവിങ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. ഇന്ത്യയിൽ ശരാശരി നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ആനുപാതികമായിക്കൊണ്ട് ഒരു ആവറേജ് മിഡ് ടു ആവറേജ് ആണെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുകയും കോസ്റ്റ് ഓഫ് ലിവിങ് കുറയുകയും വേണം. അപ്പോഴാണ് ആ രാജ്യം പുരോഗതിയിലേക്ക് ഡെവലപ്പിംഗ് നിന്നുകൊണ്ട് ഡെവലപ്ഡിലേക്ക് മാറുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് പോപ്പുലേഷൻ മാത്രമാണ്. നമ്മുടെ സപ്ലൈ ചെയിൻ സ്ട്രോങ് ആണ്, നമ്മുടെ എക്കണോമി സ്ട്രോങ് ആണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലും ജീവിക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു കൂട്ടമുണ്ട്. പക്ഷേ മിഡിൽ ക്ലാസ്സിനും ബിലോ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ആൾക്കാർക്കും അവരുടേതായ രീതിയിൽ ഒരു ചായയും ഒരു ബന്നും തിന്ന് ജീവിക്കണമെങ്കിൽ, ചെറിയൊരു വാടകയിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ജീവിക്കാം.
പക്ഷേ ഈ പറഞ്ഞ UK ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ചായയും ഒരു ബന്നും മാത്രം കുടിച്ച് ജീവിക്കണമെങ്കിൽ പോലും നീ ആ ചായക്കും ബന്നിനും ഈ പറഞ്ഞ പോലെ 30 to 40% ടാക്സ് കൊടുക്കണം. അങ്ങനെ വെറും ചായ കുടിച്ചിട്ട് പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ ലിവിങ് എക്സ്പെൻസിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിനും ഈ പറഞ്ഞ പോലെ ടാക്സ് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുമോ, നിങ്ങളുടെ വണ്ടി ഉപയോഗിക്കുമോ, എന്തോ ആയിക്കോട്ടെ, അവിടെയും ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഗവൺമെൻറ് ഹൈ ടാക്സ് ഈൽഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അതേ ലെവലിലുള്ള ഔട്ട്പുട്ട് അവരുടെ നാഷണാലിറ്റിയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടി ജനങ്ങൾ ഒരു തരത്തിലും സംതൃപ്തരല്ല. ജനങ്ങൾ സംതൃപ്തരല്ലാതെ ഇരിക്കുമ്പോൾ പൊതുവെ വരുന്ന ജനവികാരം ആണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രിമാരെ മാറ്റി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഇയാളുടെ മാറ്റത്തിനുള്ള കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഇപ്പം വിലയിരുത്തുന്നത് നമ്മുടെ ഈ സ്റ്റാർ കീർമർ ഇയാൾ ഇത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പീറ്റർ മാൻഡൽസൺ എന്ന് പറഞ്ഞിട്ട് USA UKയുടെ അംബാസഡർ ഉണ്ട്. ഈ ചങ്ങായിനെ ഇയാളാണ് നിയമിച്ചത്. ഈ ചങ്ങായിക്കാണെങ്കിൽ നമ്മുടെ ജെഫ്രി എപ്സ്റ്റീൻ ചേട്ടനുമായിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. USA ആണല്ലോ, ഇയാൾ UK ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഡിങ്കോ ഡാൽഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എപ്സ്റ്റീനുമായിട്ട് പല ഒഫൻഡുകളിലും ഈ പറഞ്ഞ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ UKയുടെ ഈ അംബാസഡറായിട്ടുള്ള പീറ്റർ മാൻഡൽസൺ പങ്കെടുക്കുകയും അത് പൊതുവായിട്ടുള്ള ജനവികാരത്തിന് എതിരെയായിക്കൊണ്ടും ഇപ്പോഴുള്ള നമ്മുടെ ഈ പ്രധാനമന്ത്രിയുടെ സ്വയം കോൺഫിഡൻസും നഷ്ടപ്പെട്ടു, ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസും നഷ്ടപ്പെട്ടു, പാർട്ടിക്ക് അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസും നഷ്ടപ്പെട്ടു, സെനറ്റിന് അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസും നഷ്ടപ്പെട്ടു, എല്ലാ വിധത്തിലുള്ള കോൺഫിഡൻസും പോയി. അതിൻ്റെ ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, ഞാനീ പറഞ്ഞ പോലത്തെ ഇൻഫ്ലേഷന്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതൽ, അതൊക്കെ UK വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ 6 പ്രധാനമന്ത്രിമാരും ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇയാൾക്ക് കുറച്ച് സ്കാൻഡൽസ് കൂടുതലായിരുന്നു. ഈ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ജനങ്ങൾ പൊതുവെ തൃപ്തി ഇല്ലാതെയാണ് ഉള്ളത്. അപ്പോൾ അതും ഇതും എല്ലാം കൂടി മിക്സായി വന്നപ്പോൾ ഇയാൾ തന്നെ ഞാൻ രാജിവെക്കാൻ റെഡിയാണ്. ഇനി ഇവിടുത്തെ പോലത്തെ അടിയും കുലുമാനൊന്നുമില്ല, ജനങ്ങൾ വാളമൊക്കെ ഒന്നും വേണ്ട. എല്ലാവരും ഒരു മുറുമുറുപ്പ് ഉണ്ടാവുകയും ഒരു 3-4 മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ജെൻറ്റിലാണ്. ആൾക്കാർ കള്ളന്മാരും പിടിച്ചു പറയുകയൊക്കെ പണ്ട് കുറേ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ വളരെ നോബിൾ ആൻഡ് ജെൻറ്റിലായിരിക്കും. തെമ്മാടിത്തവും ചരിത്രമൊക്കെ കയ്യിലുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ അവരിപ്പം നിങ്ങളോട് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ പോലും അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ക്യാൻ അഗ്രി ടു ഡിസഗ്രി എന്നാണ്. അതായത് നിങ്ങളീ പറയുന്ന നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാൻ വേണ്ടി നമുക്ക് യോജിക്കാം. ദാറ്റ്സ് കോൾഡ് ദ അഗ്രിമെൻറ്റ് ഓഫ് ഡിസഗ്രിമെൻ്റ് എന്ന് പറയും. ദ അഗ്രിമെൻറ്റ് ടു ഡിസഗ്രി, അതാണ് പൊതുവേ ഇവരുടെ ഒരു ലൈൻ, അതാണ് ആ ഒരു വൈബ്, അതാണ്. അതായത് ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധമുള്ള ആ അംബാസഡറെ വിഷയത്തിലും ഇവരാണ് ഈ UK നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് അതിൽ സപ്പോർട്ട് ചെയ്തതെന്നും അയാൾ അങ്ങോട്ടേക്ക് അയച്ചത് ഇയാളാണെന്നും, അതുപോലെ തന്നെ പല വിഷയങ്ങളും ഇങ്ങനെ വന്നപ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് അന്നേരം ഇയാളിങ്ങനെ ഈ അഗ്രി ടു ഡിസഗ്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷേ ഒരു ലിമിറ്റ് എത്തിയപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു, ഐ ആം റെഡി ടു റിസൈൻ, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ വേറൊരാളെ കണ്ടെത്തുന്നത് വരെ ഞാൻ ഓഫീസിലുണ്ടാവും, അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ടൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പുതിയൊരു പ്രധാനമന്ത്രിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ ഞാൻ ഈ കസേരയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാം, മറ്റ് വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് ഒഴിഞ്ഞു പോകാൻ തരാറുണ്ട്. ഇതോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, ഇവന്മാർ എല്ലാം റോങ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കസേരയിൽ അട്ട എങ്ങനെയാണ് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അധികാരത്തിന് വേണ്ടി അധികാരത്തോടുള്ള സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഇങ്ങനെ സീറ്റ് അള്ളിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പം തന്നെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി, ധാർമ്മികമായൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല. ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് എങ്ങനെയും ആയിക്കോട്ടെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത ആളോ അത് സപ്ലൈ ചെയ്യുന്ന ആളോ മോർച്ചയുടെ ആൾക്കാരോ ആരെങ്കിലും ലീക്കായിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും കക്കാനും തെമ്മാടിത്തം കാണിക്കാനൊക്കെ. പക്ഷേ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന ഇതിൽ നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു മാന്യത കാണിക്കണം. അതിനെ പറയുന്നത് എത്തിക്സ് എന്നാണ്. അതൊരു നിയമമോ അല്ലെങ്കിൽ റൂളോ കാര്യങ്ങളൊന്നുമല്ല, അത് ഒരു ധാർമ്മികതയാണ്, ഒരു മിനിമം മര്യാദയാണ്. നമ്മൾ പൊളിറ്റിക്സിൽ കാണിക്കേണ്ട മിനിമം മര്യാദയാണ്.
ഈ പറഞ്ഞ ഒരു വിഷയം ഒരു തവണയല്ല, ഇത് ഉണ്ടായതിനു ശേഷം ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇയാൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജീവൻ കിട്ടുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഒന്നും പറയാനില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മുടെ രാജ്യം ഇതിൽ മാതൃകയാക്കേണ്ടത്, ഇപ്പോൾ ആ രാജ്യം തകർന്നിരിക്കുകയാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വിഷയങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സിനാരിയോയെ പറ്റി ജനറലി നമുക്ക് പറയുവാണെങ്കിൽ, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത്രയും പബ്ലിക്കിനെ അനോയ് ചെയ്യുന്ന വിഷയമായിക്കോട്ടെ, ഇറിറ്റേറ്റഡ് ആക്കുന്ന വിഷയമായിക്കോട്ടെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൽ പൊതുവേ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കാനുള്ള മിനിമം മര്യാദ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മന്ത്രിമാരും കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മളീ പറഞ്ഞ പോലെ ജനാധിപത്യത്തിന് ഒരു ജീവൻ കൂടി വെക്കുന്നു പറഞ്ഞ പോലെയാണ്. അല്ലാണ്ട് ജനാധിപത്യം ചത്ത പോലെ ഇങ്ങനെ ഇരിക്കലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന, അധികാരത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് അവരൊരിക്കലും കാലാകാലം അവിടെ ഇരിക്കാൻ പോകുന്നില്ല. ഏത് നിമിഷവും ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ട കസേരയാണ് ഇത് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുന്ന മന്ത്രിമാരും ഭരണാധികാരികളും ഉള്ളപ്പോഴാണ് ജനാധിപത്യത്തിന് സൗന്ദര്യം കൂടുന്നത്. അല്ലെങ്കിലും സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവിക്കുന്നത് ചത്തതിനും ഒക്കുമോ ജീവിതം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ജീവനുണ്ട്, ഉണ്ട്, ചത്തിന് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലേക്ക് നമ്മളെ സിസ്റ്റം മാറരുത് എന്നുള്ളൊരു അപേക്ഷയും കൂടി അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.